പിന്നെ ഗൈസ് ഇനി മെയിൻ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ 2012 നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള ടയറാണ് ഗൈസ്. അതൊക്കെയുണ്ട് ഗൈസ്. അങ്ങനത്തെ ഒരു വണ്ടി എവിടെയെങ്കിലും കാണോ ഗൈസ്? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ചലഞ്ച് ചെയ്തു സംഭവം. കേരളത്തിൽ കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് പോകാം കേട്ടോ. ഗൈസ് വണ്ടി ഡ്രൈവ് ചെയ്യാനാണ് ഗൈസ് ഇതിൽ നിന്ന് ഫണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോയുടെ അവസാനത്തെ ഒരു പാർട്ടിലേക്ക് എത്തി ഗൈസ്. ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തപ്പം എത്ര റേറ്റ് ആയി കാണും? ഹേ ഗൈസ്, അപ്പം പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ലോങ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും പരാതിയാണ് ഗൈസ്. അപ്പം ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നമ്മളെ പൾസർ 180 ഫുള്ളി കൺവേർട്ട് ചെയ്ത് 220 ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, ഈ വണ്ടി എവിടെയാണ് വർക്ക് ചെയ്തത്, എത്ര രൂപയായി, പിന്നെ ഓയിൽ കൂൾഡ് സിസ്റ്റമൊക്കെ എങ്ങനെയാണ് വർക്കാക്കി എടുത്തത്, പിന്നെ വണ്ടിയുടെ സൈലൻസർ എവിടെ നിന്നാണ് മേടിച്ചത് എന്നുള്ളതൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീസ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു കാര്യം പറയാം, ഇതൊരു ആഗ്രഹത്തിന് പുറത്ത് പണിഞ്ഞൊരു വണ്ടിയാണ് ഗീസ്. ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വണ്ടിയിൽ കിറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സൈലൻസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഈ ഒരു സൈലൻസറിൻ്റെ മാർക്കറ്റ് റേറ്റ് വരുന്നത് ഏകദേശം 25,000 മണ്ടയിലാണ് കേട്ടോ. അപ്പം അന്ന് നമ്മൾ 25,000 റുപ്പീസിന് കൊടുത്ത് എടുക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ ചേട്ടാ. അപ്പോഴാണ് ഈ സെക്കൻഡ് ഹാൻഡ് ഒരു സാധനം നമ്മൾ എവിടെ അടൂര് ആദികാട്ട് കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടുന്ന് ഞാൻ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാണ് ഈ ഒരു നീറ്റ് സ്പെക്ക് സൈലൻസർ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ബഫ് ചെയ്ത് പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു ആഗ്രഹത്തിന് പുറത്ത് പണിഞ്ഞൊരു വണ്ടി എന്ന് പറയാൻ കാര്യം വേറൊന്നും അല്ല ഗൈസ്. 2012 നമ്മൾ വണ്ടി എടുക്കാൻ പോയ സമയത്ത് അന്ന് പപ്പ ചേട്ടൻ്റെ 220 എടുത്ത് കൊടുത്തില്ല ഗൈസ്. അത് കാരണമുണ്ട്, അന്ന് ചേട്ടൻ ചെറുതായിരുന്നു ഗൈസ്, 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമായിരുന്നു. അപ്പം പിന്നെ ഒരു കാരണം വെച്ചാൽ ഈ കിറ്റും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി എടുത്ത് കൊടുക്കത്തില്ല ഗൈസ്. അത് ഇപ്പോഴൊക്കെ ഉള്ള വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ കൊടുക്കത്തുള്ളൂ. അന്ന് ആ ഒരു കാലത്ത് എനിക്ക് പപ്പ ചേട്ടന് വണ്ടി എടുത്ത് കൊടുത്ത്. അപ്പം അന്ന് എന്തായാലും 180 ആണെന്ന് ഗൈസ് നമ്മളെടുത്ത്. അന്ന് ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 220 കിറ്റ് കയറ്റണം. ഒരുപാട് തപ്പി നടന്നു ഗൈസ്. ഇതിന് ഇഷ്ടം പോലെ ആൾ തപ്പി നടന്നിട്ടാണ് ഇങ്ങനൊരു വണ്ടി ഇത്രയും രീതിയിൽ ഇത്രയും നീറ്റിൽ പണിതെടുത്തത് ഗൈസ്. ഒത്തിരി കഷ്ടപ്പെട്ടാട്ടെ. ഇതിൻ്റെ പിന്നാലെ കുറേ ഓടി, സൈലൻസറിനായാലും ഓയിൽ കൂൾഡ് സിസ്റ്റം വർക്കിംഗ് ആയാലും പെയിന്റിങ്. പിന്നെ ഗൈസ് ഇനി മെയിൻ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടയർ കണ്ട ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഒരു ടയർ ഇത് 2012 നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള ടയറാണ് ഗൈസ്. ഇത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതും ബാക്ക് ടയറും നമ്മൾ 2012 മേടിച്ചപ്പോൾ ഉള്ള ടയറാണ് ഗൈസ്. ഒരു രക്ഷയില്ല സംഭവം. ഇത് ഒരുമാതിരി എന്തോ റബ്ബറല്ലേ ഗൈസ്. അപ്പോൾ ഇത് ഒരുമാതിരി കട്ട പോലെ ആയി കേട്ടോ. എന്തായാലും ടയറൊക്കെ ഇനിയിപ്പോൾ മാറണം, അല്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഗൈസ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് മുതൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ കിറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഒറിജിനൽ നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ സാധനങ്ങളാണ് ഗൈസ്. ഇത് ഈ പാർട്സ് കാര്യങ്ങൾ, ഈ റെഡിൽ കാണുന്ന കാര്യങ്ങളെല്ലാം, മഡ് ഗാർഡ്, കിറ്റ്, ടാങ്ക്, പിന്നെ ഈ സൈഡ് ഫെയറിങ്, ബാക്ക് ഈ ഒരു ഫെയറിങ് 220 എന്നൊക്കെ എഴുതിയാക്കുന്ന ഈ ഒരു ഫെയറിങ് എല്ലാം നമ്മൾ ജെന്യുവിനായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയ സാധനങ്ങളാണ് ഗൈസ്. ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും എടുത്തിട്ടുണ്ടാകും ഗൈസ് ഓരോ സംഭവങ്ങൾ വരാനായിട്ട്. ഈ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം മേടിച്ചാണ് ഗൈസ്. ഫ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് സെക്കൻഡ്സ് എന്ന് പറയാനായിട്ട് ആകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ സൈലൻസറാണ് ഗൈസ് നമ്മൾ സെക്കൻഡ്സ് എടുത്തത്. ഓക്കെ, പിന്നെ ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോഴത്തേക്കാണ് ആരെങ്കിലും വിചാരിക്കും ഗൈസ് ഇത് 2012 മോഡൽ 180 ആണെന്നുള്ളത്. ഒരിക്കലും വിചാരിക്കില്ല ഗൈസ്. കാരണം ഈ ഓയിൽ കൂൾഡ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ അറിയാം ഇതൊരു 220 ആണെന്നുള്ളത്. അപ്പം പിന്നെ കിറ്റ് കാര്യങ്ങൾ, പിന്നെ സൈലൻസർ. അപ്പം ഗൈസ് ബോഡി കിറ്റ്സ് കാര്യങ്ങളെല്ലാം എനിക്ക് കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോഴത്തേക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയ ഒരു ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 19,000 സംതിങ് ആണ് കേട്ടോ. കുറച്ചും കൂടെ ആയെന്ന് തോന്നുന്നു, 20 അടുത്ത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ബോഡി കിറ്റ്സ്. എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 19,000 സംതിങ് രൂപ എന്തിനൊക്കെയാണ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുള്ള് ബോഡി കിറ്റ് ഗൈസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു മെയിൻ ബോഡി കിറ്റ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം സെപ്പറേറ്റ് ആണ് വരുന്നത് കേട്ടോ. എല്ലാം സെപ്പറേറ്റ് ആണ്. ഈ ഒരു നട്ട് ബോൾട്ട് എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത്. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ്, പിന്നെ ഈ ഒരു ധൂം ഗ്ലാസ്, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ബൾബ്സ് കാര്യങ്ങളെല്ലാം സ്റ്റോക്കാണ് കേട്ടോ കിടക്കുന്നത്. അത് എന്താ പറയുക, യെല്ലോ കളർ ലൈറ്റാണ് കേട്ടോ വരുന്നത്. അത് വൈറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതിനി പതുക്കെ നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ഈ വൈസേഴ്സ്, 2 മിറേഴ്സ്, പിന്നെ ഈ ഒരു മഡ് ഗാർഡ് എല്ലാം അതിനൂടെ വരുന്നതാണ് കേട്ടോ. മഡ് ഗാർഡ്, പിന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ നമ്മളെ പഴയ 180 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്യൂക്കിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അകത്തെ ഈ ഒരു ഫെയറിങ്സ് ഉണ്ട്, അകത്തെ ഈ ഒരു ഫെയറിങ്സ്. പിന്നെ മീറ്റർ എല്ലാം ഇതിനകത്ത് തന്നെ കേട്ടോ. ഉള്ളിൽ നിൽക്കുന്നൊരു സാരിയാണ്. മീറ്റർ എല്ലാം അതിൻ്റെ കൂടെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ കിറ്റ് പിടിപ്പിച്ചാക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയും.
അതിൻ്റെ ഉള്ളിലൊരു കമ്പിയുണ്ട്. ആ സ്ട്രക്ചറിലാണ് ഇത് സംഭവം നിൽക്കുന്നത്. ആ സ്ട്രക്ചറും ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ടാങ്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ടാങ്കിന് ഈ ഒരു സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരില്ല കേട്ടോ. ഈ ടാങ്ക് ക്യാപ്പ് നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട്. 1000 സംതിങ് അത്രയും കണ്ടാണ് ഗീസ്, കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ടാങ്ക് പാഡ് ഇത് എത്ര 106 രൂപയും കണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഈ ടാങ്ക് മേടിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു സ്റ്റിക്കർ പൾസർ എന്ന് എഴുതിയാക്കുന്ന ഒരു സ്റ്റിക്കറും ഈ ഒരു ഗ്രാഫിക്സ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതെങ്കിലും വരുന്നുണ്ടല്ലോ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ കാര്യങ്ങൾ സീറ്റെല്ലാം നമ്മുടെ പഴയത് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ ഇത് ഈ സൈഡും അപ്പർ സൈഡ് പോർഷനും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ സ്ക്രൂ ടൈപ്പാണ് 220 വരുന്നത്. അത് തന്നെ നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്ത് വരുന്നതാണ് ഈ ഒരു പോർഷൻ, ഈ 220F എന്ന്. ഇത് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കാണ് ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഇത് 180 എന്ന് എഴുതിയാക്കുന്ന സംഭവമാണ് ഈ എനിക്ക് വന്നത്. ഈ സെയിം ഗ്രാഫിക്സ് തന്നെ കേട്ടോ. അത് പിന്നെ ബാക്ക് ഓർഡർ പോയിട്ട് പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഈ മഡ് ഗാർഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അന്നേ കട്ട് ചെയ്ത സാധനമായിരുന്നു ഈ മഡ് ഗാർഡ്. ഇവിടെ താഴോട്ട് ഇങ്ങനെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അതേപോലെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററിന് ഇപ്പോൾ ഉണ്ട്. പിന്നെ എത്രയും കാര്യങ്ങളാണ് ഗീസ് ഞാൻ ആ പറഞ്ഞ 19,000 സംതിങ് രൂപയിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് വെക്കാനായിട്ടുണ്ട് ഗീസ്. ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന ഹോൾഡറില്ലേ, ഇത് 220ക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ 180 ആയതുകൊണ്ട് നമ്മൾ 180യുടെ സ്റ്റാൻഡിലാണ് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചുള്ള ഒരു കാര്യമാണ് ഈ ഓയിൽ കൂൾ സിസ്റ്റം എങ്ങനെയാണ് ചെയ്തെടുത്തത്. സംഭവം അത് ചെയ്തെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കേസിങ് നമ്മൾ ഊരിയിട്ട് ഇവിടെ ത്രെഡ് ചെയ്യണം കേസ് ചെയ്തത് കേട്ടോ. ഇവിടെ ത്രെഡ് ചെയ്ത് ആ പൈപ്പ് ഈ ഒരു ഓസിന് തന്നെ ഏകദേശം നല്ല വിലയുണ്ട് കേട്ടോ. 1500 ആ ഒരു റേഞ്ച് ഉണ്ട് കേട്ടോ ഈ ഓസിന് തന്നെ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരു റേഡിയേറ്റർ ഇതിന് 1700 സംതിങ് ആണ്ടായി കേട്ടോ. ഇതെല്ലാം ഇനി പറയാൻ പോകുന്നതെല്ലാം സെപ്പറേറ്റ് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഈ ഓയിൽ ഇതൊരു ക്യാപ്പാണ്, ഇത് അപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റേഡിയേറ്റർ പോലെ വരുന്നുണ്ട് ഗീസ്. അപ്പം ഇത് നമ്മൾ വർക്കിംഗ് കണ്ടീഷനാണ് ഗീസ്, അതാണ് മനസ്സിലാക്കേണ്ടത്. വർക്കിംഗ് കണ്ടീഷനാക്കി നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓയിൽ കൂൾ സിസ്റ്റം. അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട് അതിന്. അത് കഴിഞ്ഞ് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈലൻസർ ഗീസ് ഇത് മാർക്കറ്റിൽ ഏകദേശം 25,000 മണ്ടേ പ്രൈസ് വരുന്ന ഒരു സാധനമാണ് ഗീസ്. ഈ ഒരു സാധനം നമുക്ക് കിട്ടിയ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1500 ഗീസ് നമുക്ക് കിട്ടിയത്. അതൊക്കെ ഉണ്ട് ഗീസ്, 1500 രൂപയ്ക്കാണ് ഗീസ് ഈ ഒരു സാധനം കിട്ടിയ സമയത്ത് കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഗീസ്. അപ്പം കിട്ടിയ സമയത്ത് ഞാൻ നോക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ ഉറപ്പ് വരുത്തി കേട്ടോ. ഡെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞണുക്കുണ്ടല്ലോ ഗീസ്, ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഞണുക്ക് പറ്റിയിട്ടുള്ള പീസുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ പറ്റിയ പീസുകൾ നമുക്ക് ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗീസ്, അതാണ് നല്ല പോളിഷ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ബഫിങ് ഒക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഡെൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഡെൻറ്റ് ഇല്ലാത്ത പീസ് നോക്കിയിട്ട് നമുക്ക് നല്ലൊരു റേറ്റ് സാധനവും കിട്ടി ഗീസ്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പൈസ മാത്രമേ ആവുള്ളൂ, പെയിൻറ്റിങ്ങും ബഫിങ്ങും. അത് വലിയൊരു എമൗണ്ട് ആയിട്ടില്ല. ഓക്കെ, അപ്പം അതെല്ലാം കൂടെ ചെയ്തെടുത്തപ്പോഴത്തേക്കാണ് സൈലൻസറിൻ്റെയൊക്കെ വർക്കങ്ങ് സെറ്റായി. കാരണം 25,000 ഒരു സൈലൻസറിന് തന്നെ മുടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വണ്ടി എടുക്കാൻ പോയ സമയത്ത് 180ക്ക് ഏകദേശം എത്ര 81-82 രൂപയായിരുന്നെങ്കിൽ 180ക്ക് നമ്മളെ ആയത് 81,000 അന്ന് 2012 അന്ന് 220ക്ക് പ്രൈസ് വരുന്നത് 92,000 ആ ഒരു റേഞ്ച് ആയിരുന്നു 220ക്ക്. അന്നേ 220 അങ്ങ് എടുത്താൽ മതിയായിരുന്നു കേസ്. പിന്നെ 180 എടുത്തതിന് നല്ല മൈലേജ് ഉണ്ട് കേസ് വണ്ടിക്ക്, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഒരു 45 കിലോമീറ്റേഴ്സ് മണ്ട എന്തായാലും കിട്ടുന്നുണ്ട് സംഭവം. നമ്മളധികം ഓടിക്കാറൊന്നും ഇല്ലല്ലോ, അപ്പോൾ സംഭവം നല്ല മൈലേജ് ഉണ്ട്. ഈ 220 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-32 ആ റേഞ്ചല്ലേ 220 കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മളിത് എടുത്ത് പണിയൊന്നും പറഞ്ഞിട്ട് വിഷയമൊന്നുമില്ല. പിന്നെ ഈ ഒരു വണ്ടി ആര് കണ്ടാലും 220 തന്നെ പറയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ മാത്രം ചിലവർക്ക് മനസ്സിലാവും വണ്ടിക്ക് കുറച്ച് പവർ കുറവുള്ളതുകൊണ്ട് ഇത് 220 അല്ല എന്ന് കുറച്ച് പേർക്ക് മനസ്സിലാവും. പിന്നെ ഈ ഓയിൽ കൂൾ സിസ്റ്റം വർക്കിംഗ് ആക്കി എടുത്തത് നല്ലൊരു പരിപാടിയായിരുന്നു ഗീസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 180ക്ക് എയർ കൂൾ മാത്രമേ വരുന്നുള്ളൂ. അത് എല്ലാവർക്കും അറിയായിരിക്കും. 180ക്ക് എയർ കൂൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഓയിൽ കൂളിനോട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പണ്ടത്തെ അത്രത്തോളം വണ്ടി ഹീറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആവുന്നില്ല. അത്യാവശ്യം ഒരു കൂളിംഗും ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല രീതിക്കൊക്കെ ഹീറ്റായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി തണുക്കുന്നുണ്ട്. പെട്ടെന്നല്ല, എന്നാലും അത്യാവശ്യം തണുക്കുന്നുണ്ട്. മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂൾ മാത്രമല്ലേ ഉള്ളായിരുന്നു. എന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം മൂവ് ചെയ്യാൻ നേരത്ത് എയർ അടിച്ചിട്ട് വണ്ടി കൂളാവുന്ന ആ ഒരു ഇതേ ഉള്ളായിരുന്നു ഗീസ് സംഭവം. ഇപ്പം നമ്മൾ ഓയിൽ കൂൾ ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുണ്ട് ഗീസ്, അടിപൊളിയായിട്ടുണ്ട്.
പിന്നെ കുറെ പേർക്കുള്ള ഡൗട്ട് ആയിരിക്കും വണ്ടി ഓടിക്കാൻ ഇപ്പൊ എങ്ങനെയുണ്ട്, കിറ്റ് വൈബ്രേഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡൗട്ട് ഉണ്ടായിരിക്കും. ഈ കിറ്റ് വൈബ്രേഷൻ സാധനമില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ളുകൊണ്ട് ഞാൻ വിചാരിച്ചു കേസ് ഇങ്ങനെ കിറ്റൊക്കെ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കാണ് കിറ്റ് വൈബ്രേഷൻ വരുമല്ലോ, സീനാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാനൊരു 100 മണ്ടയിലൊക്കെ പോയി നോക്കി കേസ്, ഒരു 120 ആ റേഞ്ചൊക്കെ പോയി നോക്കി. സംഭവം ഒരു വൈബ്രേഷൻ പോലും എങ്ങൊന്നും ഫീൽ ആവുന്നില്ല കേസ്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ശ്രദ്ധിച്ച് അതിൻ്റെ പുറകെ നടന്ന് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഈ സിലിക്കോൺ കാര്യങ്ങളെല്ലാം ഈ കിറ്റിൻ്റെ ഇടയിലെല്ലാം നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എത്രത്തോളം വൈബ്രേഷനൊക്കെ കുറയ്ക്കാൻ പറ്റും ആ ഒരു രീതിക്ക് വരെ വൈബ്രേഷൻ കുറച്ചിട്ടാണെങ്കിൽ കിറ്റ് സെറ്റ് ചെയ്താക്കുന്നത്. പിന്നെ ഓടിക്കാനെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിച്ച് നോക്കാൻ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട്. അവരെല്ലാം പറഞ്ഞൊരു കാര്യം ചേട്ടാ, ഒരു രക്ഷയില്ലടാ വണ്ടി, ഇങ്ങനത്തെ ഒരു വണ്ടി എന്താ ഓടിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം എത്രയും 2012 മോഡൽ വണ്ടി, അതും ഇങ്ങനത്തെ ഒരു പൾസർ ആരും ഓടിച്ചിട്ടില്ല എന്നാണ് ഗീസ് പറയുന്നത്. അത്രയും നീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് ഗീസ്. പിന്നെ കഴിഞ്ഞാൽ ചെയിൻസ് റോക്കറ്റ് കാര്യങ്ങൾ അതൊന്നും മാറിയിട്ടില്ല ഗീസ് കേട്ടോ. സംഭവം കമ്പനി തന്നെയാണ് കേട്ടോ. ചെയിൻസ് റോക്കറ്റ് സൈഡ് കിടക്കുന്നത്, ടയർ തന്നെ ഞാൻ പറഞ്ഞല്ലോ കമ്പനിയാണ് കിടക്കുന്നത്. പിന്നെ അന്ന് വീഡിയോ ഇട്ട സമയത്ത് ഒരു ബ്രോ ഒന്ന് കമന്റ് അടിച്ചിട്ടുണ്ടോ, ഒന്നല്ല കേസ് കുറേ പേര് വന്ന് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക് ഡിസ്ക് അന്നത്തെ ആ ഒരു വേരിയന്റിന് ഇല്ലായിരുന്നല്ലോ എന്ന്. ബാക്ക് ഡിസ്ക് നമ്മൾ ചെയ്തതാണ് കേസ്, ഒരു 5 years ബാക്ക് നമ്മൾ ബാക്ക് ഡിസ്ക് ചെയ്തതാണ്. അതിന് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കേസ്, ഒരു 15,000 ഒരു 15K എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലിപ്പർ, ഡിസ്ക് പ്ലേറ്റ്, പിന്നെ അതിൻ്റെ റിം എല്ലാം നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. അലോയില്ലേ അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം അതിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഇത്തിരി നല്ല റേറ്റ്, നല്ലൊരു റേറ്റ് ആയി ഗീസ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് സ്ട്രിങ്ങാമ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു ഗീസ്. അത് മാറിയാൽ മാത്രമേ അത് ഫിക്സ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു. അന്ന് നമ്മൾ മാറിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലോയ് കേസ്, ഈ ഒരു ബാക്ക് അലോയ്സ് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡിസ്ക് പ്ലേറ്റ്, കാലിപ്പർ, സ്ട്രിങ്ങാമ് മാറിയിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രിങ്ങാമിലാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം സ്ട്രിങ്ങാമ് മാറിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പം സ്ട്രിങ്ങാമ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്ലേറ്റ് ഇല്ലേ ഗീസ്, ഈ ഒരു പോർഷൻ ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് ഡിസ്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ വരുന്ന ഇവിടെയാണ് ഗീസ്. അപ്പം അത് നമുക്ക് മാറിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ ഫുള്ള് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം ഈ ഒരു ബ്രേക്കില്ലേ, ഇത് നമ്മുടെ 180ക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പായിരുന്നു, ഇങ്ങനെ സ്ക്വയറിൽ വരുന്ന സംഭവമായിരുന്നു. ഇത് 220ക്ക് വരുന്ന ലിവറാണ് കേട്ടോ. അപ്പം അന്ന് സെറ്റ് ചെയ്തപ്പം 220 ലിവറൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം സംഭവം അന്ന് ഏകദേശം നല്ല ഫണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം 15,000 അന്ന് ഈ ബാക്ക് ഡിസ്ക് ചെയ്തപ്പോഴത്തേക്കാണ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചെയിൻ സോക്കറ്റ് കാര്യങ്ങളെല്ലാം സ്റ്റോക്കാണ് കേട്ടോ, ഒന്നും മാറിയിട്ടില്ല കേട്ടോ. കാരണം 12,000 കിലോമീറ്ററല്ലേ വണ്ടി ആയിട്ടുള്ളൂ. പിന്നെന്താ പറയുക, അപ്പം ഇതൊക്കെയാണ് മാറിയിട്ടുള്ളത്. പിന്നെ ഇവിടെ മമ്മിക്ക് ചവിട്ടാനായിട്ട് സംഭവം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ എടുത്ത് വെക്കണം. കാരണം ഒരു സ്റ്റോക്കായിട്ട് തന്നെ നമുക്ക് നിലനിർത്താനായിട്ടുള്ള പ്ലാനാണ് ഈ ഒരു വണ്ടി. അപ്പം ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് മമ്മിക്കും പപ്പയ്ക്കും യൂസാക്കാവുന്ന രീതിയിൽ വെക്കണം ഗീസ്. അപ്പം നമുക്കൊക്കെ പൊളിക്കാനായിട്ട് നമുക്ക് V3 ഇല്ലേ, വാറിൻ്റെ V3 ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു വിഷയമില്ല ഗീസ്. അപ്പം ഇത് സ്റ്റോക്കാക്കി തന്നെ വെക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ പെയിൻറ്റിങ് വർക്ക് ഏകദേശം ഒരു 2,000 ആയിട്ടുണ്ട് ഗീസ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സൈലൻസർ ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ്ങും ബഫിങ്ങും കൂടെ ചേർത്താണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സൈലൻസർ നല്ല സെറ്റാക്കി പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബഫിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ മെറ്റൽ പാർട്സ് ഇല്ല, അത് നല്ല രീതിക്ക് തിളക്കി എടുക്കുന്ന സംഭവമാണ് ഈ ബഫിങ് എന്ന് പറയുന്നത്. അപ്പം അതും കൂടെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക ഗീസ്, അപ്പം നമ്മുടെ മീറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗീസ്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം കേട്ടോ. ഓക്കെ, സംഭവം നമുക്കൊന്ന് ഓണാക്കാം. അപ്പോൾ ഓണാക്കുമ്പോഴത്തേക്കാണ് അത് ഇങ്ങനെയൊക്കെയാണ് ഗീസ് എഴുതി കാണിക്കുന്നത്. പിന്നെ ഗൈസ് അന്ന് നമ്മൾ വണ്ടി ചെയ്തപ്പോഴത്തേക്കാണ് ഈ വാണിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കത്തി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ കത്തി കിടക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവാനകത്ത് അതങ്ങ് ഓഫ് ആകും കേട്ടോ. ഞാൻ കാണിച്ചത് ഇപ്പം നമ്മുടെ കിലോമീറ്റർ ആയിരിക്കുന്നത് 337 കിലോമീറ്ററാണ് ഗീസ് ആയിരിക്കുന്നത് കേട്ടോ. നമ്മളെ പഴയ മീറ്ററിൽ ഏകദേശം 12,000 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. അപ്പം ഗൈസ് നമുക്കൊന്ന് സ്റ്റാർട്ടാക്കാം. എൻജിൻ ഓൺ, കിൽസ് ഗൈസ് കണ്ടോ, ഓഫായപ്പോഴത്തേനാ കണ്ട, അത് ഓഫായുണ്ടോ, വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടോ ഓഫായത്. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. വാണിംഗ് ലൈറ്റ് കത്തി കിടക്കുമോയെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു. സംഭവം അത് വലിയ ഇഷ്യൂ ഉള്ള വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഹീറ്റിങ്ങിൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് പോകാം കേട്ടോ. എക്സോസ്റ്റ് നോട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. നല്ല സ്റ്റോക്കായിട്ടുള്ള സൗണ്ടാണ്, നിങ്ങൾ കേട്ടിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഫിൽറ്റർ ക്യാപ്പ് ഇവിടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ ക്യാപ്പ് അടച്ചിട്ടാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ക്യാപ്പ് ഉണ്ട്, നമ്മൾ 180 പൾസറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു ക്യാപ്പ് വരുന്നുണ്ട് ഈസിൻ്റെ ഉള്ളിൽ. അപ്പം അത് അടച്ചിട്ടാക്കുവാണ് കേട്ടോ, ക്ലോസ് ചെയ്താക്കുക. അപ്പം അങ്ങനെ ആയിട്ടുള്ള സൗണ്ട് ഒന്ന് കേട്ടു.
ഇതാണ് ഗൈസ് എക്സോസ്റ്റ് നോട്ട്. എങ്ങനെയുണ്ട് സാധനം? ഒരു രക്ഷയില്ല ഗൈസ്, വണ്ടി ഡ്രൈവ് ചെയ്യാനാണ് ഗൈസ് ഇതിൽ നിന്നും ഫണ്ട്. കാരണം അടിപൊളി കേട്ടോ, ഒരു സ്മൂത്ത് സാധനം ഓടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഗിയറൊക്കെ ചേഞ്ച് ചെയ്യാനകത്ത് വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം ഗൈസ്. എൻ്റെ പോലെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സാധനം. പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി എവിടെയെങ്കിലും കാണോ ഗൈസ്? എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ചലഞ്ച് ചെയ്യുന്നു. സംഭവം കേരളത്തിൽ കാണുമോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഇല്ലെന്നാണ് എൻ്റെ ഒരു രീതി കേട്ടോ. കാരണം ഇത്രയും നീറ്റായിട്ട് ഇത്രയും കെയർ ചെയ്തൊരു വണ്ടി എനിക്കറിയത്തില്ല ഗൈസ്. പപ്പ അത്രത്തോളം കെയറിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാനും ചേട്ടനാണെങ്കിൽ അങ്ങേ അറ്റത്ത് കേട്ടോ. പിന്നെ ചേട്ടന് അങ്ങ് പോയെന്ന് പറഞ്ഞിട്ടും പപ്പ അങ്ങാണെന്ന് പറഞ്ഞിട്ടും ഞാൻ അതിന് ഒരു കുറവ് വരുത്താറില്ല കേട്ടോ. വണ്ടി അത്രത്തോളം നീറ്റായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഗൈസ് നമ്മുടെ വീഡിയോയുടെ അവസാനത്തെ ഒരു പാർട്ടിലേക്ക് എത്തി. ഇത് മൊത്തത്തിൽ ചെയ്തെടുത്തപ്പം എത്ര റേറ്റ് ആയി കാണും? അപ്പം അത് പറയാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30K ആയിട്ടോ. എന്ന് വെച്ചാൽ 30,000 ആ റേഞ്ച്. 30,000 മണ്ടയ്ക്കായി കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് ബാക്ക് ഡിസ്ക് ചെയ്തൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം എല്ലാം കൂടെ വർക്ക് ചെയ്തപ്പം ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഗൈസ്, കിറ്റ് കാര്യങ്ങൾ, ഓയിൽ കോഡ് സിസ്റ്റം, ഫുള്ള് ബോഡി കിറ്റ് കാര്യങ്ങൾ, സൈലൻസർ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കാണ് ഏകദേശം ഒരു 30 ആ റേഞ്ച് ആയി കേട്ടോ. പ്ലസ് ബാക്ക് ഡിസ്ക് ചെയ്തതും കൂടെ കേട്ടോ. നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് നമുക്ക്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഒരു രക്ഷയില്ല ഗൈസ്. അത് പറഞ്ഞറിയാൻ പറ്റത്തില്ല ഗൈസ്. അത് 2012 ആ ഒരു മെഷീൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. നമ്മളെ അത്രത്തോളം കെയർ ചെയ്ത് കൊണ്ട് നടന്നിട്ടാണെങ്കിൽ ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഗൈസ് ഇനി ഇതിനാണ്ട് ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് ഇല്ലേ, അത് പാർക്ക് 2 വൈറ്റ് ബൾബ് മേടിച്ചിട്ടോന്ന് താല്പര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സും വൈറ്റ് ആക്കാനായിട്ട് താല്പര്യമുണ്ട് ഗൈസ്. അപ്പം അത് എന്തായാലും ഒന്ന് ചെയ്യും. അതാണ് ഇനിയുള്ള ഒരു അപ്ഡേഷൻ. അത് മാത്രമേ ഉള്ളൂ ഗൈസ്. സംഭവം സ്റ്റോക്കാക്കി നിലനിർത്താനായിട്ടോ പരിപാടിയാണ് കേട്ടോ നമ്മളിത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ പ്ലേറ്റിന് അടിയിൽ വരുന്ന ലൈറ്റ് ഉണ്ട്, അതും ഒരു വൈറ്റ് ആക്കണമെന്ന് താല്പര്യമുണ്ട്. അത് വൈറ്റ് ആയിരുന്നു ഗൈസ് കിടന്നത്, അത് ബൾബ് അടിച്ചു പോയി. അപ്പം അതും കൂടെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. വേറെ ഒന്നുമില്ല, പുതിയ ബാറ്ററിയാണ് ഗൈസ് കിടക്കുന്നത്. സംഭവം അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഈ ബൾബിൻ്റെയും കൂടെ ഉള്ളൂ. അപ്പം അത് നൈറ്റ് വലിയ ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അത് നമുക്ക് മാറ്റാം ഗൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ആ വണ്ടിയുടെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടായിരുന്നു. ഈ ഒരു സൈഡ് കേസ്, ഈ ഒരു സൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഹസാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേസ്. അത് കുറേ നാൾക്ക് മുന്നേ വെച്ചൊരു ഹസാർഡിന്റെ സ്വിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പം ഇത് കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അന്ന് നമ്മളിവിടെ ഒരു എക്സ്ട്രാ ക്ലാമ്പൊക്കെ ചെയ്തിട്ട് ഒരു വലിയ ഹോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേസ്. അന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ, വലിയ ഹോണൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് സൗണ്ട് ഹോണൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ട എഞ്ചിനൊക്കെ എന്താ നീറ്റല്ലേ, എഞ്ചിൻ കേസിംഗ് ഒക്കെ എന്താ നീറ്റാ സംഭവം. അപ്പം ഇതൊക്കെയാണ് ഈ ഇവിടുന്ന് ഈ ഒരു ബുഷ് ഒന്ന് മാറണം കേട്ടോ. ഈ ഒരു ബുഷ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എത്രയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ 180 കൺവേർട്ട് ചെയ്ത് 220 ആക്കിയതിൻ്റെ വിശേഷങ്ങൾ. അപ്പം റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടല്ലോ. അപ്പം നല്ല റേറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം. നമുക്കൊരാഗ്രഹമായിരുന്നു ഈ ഒരു വണ്ടി ഇത്രയും നീറ്റ് സ്പെക്കിൽ അതും സ്റ്റോക്കാക്കി തന്നെ നിലനിർത്തണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇനിയിപ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ആവാറായിട്ടുണ്ട് ഈ വണ്ടിയുടെ. അന്ന് വലിയ സീനില്ല, വണ്ടിയുടെ ഈ ഫ്രണ്ട് കിറ്റില്ലേ, ഈ കിറ്റ് റിമൂവ് ചെയ്ത് നമ്മുടെ 180യുടെ ഹെഡ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് എടുത്തൊക്കെ കൊടുത്താൽ മാത്രം മതി. ആ കിറ്റങ്ങ് എടുത്ത് ഈ കിറ്റ് റിമൂവ് ചെയ്തിട്ട് ആ കിറ്റ് ജസ്റ്റ് അങ്ങോട്ട് എടുത്ത് ഫിക്സ് ചെയ്തിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സാവും. വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതാണ് ചെറിയൊരു ടെസ്റ്റ് ഇതിനകത്ത് കിടക്കുന്നത്. അത് അന്നേരം നമുക്ക് നോക്കാം ഗൈസ്. സംഭവം എങ്ങനെയുണ്ട് താഴെ കമന്റ് അടിക്കാൻ മറക്കണ്ട ഗൈസ്. ഈ വണ്ടീനെ കുറിച്ച് എന്തായാലും താഴെ കമന്റ് അടിച്ചോ ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഈ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ നിന്നും കിട്ടില്ല വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഗൈസ്. അപ്പം ഇനിയും ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് അടിക്കുക കേട്ടോ. ഓക്കെ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.